ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിൻ്റെ ചാപ്റ്റർ 2 ആണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മുന്നത്തെ വീഡിയോസിനകത്തൊക്കെ എന്താണ് റിലേഷൻസ് എന്നും റിലേഷൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് എക്സസൈസ് ഫുള്ളായിട്ട് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. റിലേഷൻ്റെ ഡെഫിനിഷനൊക്കെയാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആദ്യത്തെ 1-2 വീഡിയോസിനകത്തൊക്കെ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ റിലേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണ്, എങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്, അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു മുന്നത്തെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം അത് മനസ്സിലാവാത്തവർ അത് പോയി കണ്ടിട്ട് വരണം. എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. നമുക്കിപ്പം ചാപ്റ്ററിലോട്ട് നോക്കാം. റിലേഷൻസ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നാണ്. അപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻ എന്താണെന്നാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫങ്ഷൻ എന്താണെന്നും പഠിക്കാം. അപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ മലയാളത്തിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ബന്ധം അല്ലേ? റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിനെയാണ് നമ്മൾ മലയാളത്തിൽ റിലേഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം. അതെന്തുവാണ്? മാത്സിനകത്ത് റിലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഞാനിത് പറഞ്ഞു തരാൻ വേണ്ടി 2 സെറ്റ് എടുത്തിട്ടുണ്ട്, പിയും ക്യൂവും. ഏതെങ്കിലും 2 സെറ്റ് പിയും ക്യൂ. ഞാനിവിടെ പിക്കകത്ത് ABC എന്ന് പറയുന്ന 3 എലമെൻറ്റ്സും ക്യൂവിനകത്ത് ഒരു 1, 2, 3, 4, 5 പേരുടെ പേരുമാണ് എഴുതിയേക്കുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെ ഉള്ളൂ. അപ്പം സെറ്റിനകത്ത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏത് ഒബ്ജക്ട്സ് വേണേലും ചേർക്കാമല്ലോ. അപ്പോൾ ഇവിടെ ABC ഫസ്റ്റ് സെറ്റ്. ഇവിടെ സെക്കൻഡ് സെറ്റ് നോക്കിക്കേ, അലി, ഭാനു, ബിനോയ്, ചന്ദ്ര, ദിവ്യ. അങ്ങനെ 5 എലമെൻറ്റ്സ്, ഇവിടെ 3 എലമെൻറ്റ്സ്. ഇനി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതാമല്ലോ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമല്ലോ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എത്ര എലമെൻറ്റ്സ് കാണും? ആദ്യമേ ഇവിടെ 3 എലമെൻറ്റ്സും ഇവിടെ 5 എലമെൻറ്റും ആണെങ്കിൽ P ക്രോസ് Q അല്ലെങ്കിൽ Q ക്രോസ് P. ഏത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണെങ്കിലും അതിൽ എത്ര എലമെൻറ്റ് കാണും? 3 × 5 വിച്ച് ഈസ് ഈക്വൽ ടു 15 എലമെൻറ്റ്സ് കാണും ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ P എലമെൻറ്റ്സും മറ്റിടത്ത് Q എലമെൻറ്റ്സും ആണെങ്കിൽ PQ എലമെൻറ്റ്സ് കാണും അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ. അപ്പം ഈ P ക്രോസ് Qയിൽ 15 എലമെൻറ്റ് കാണും. എങ്ങനെ എഴുതുന്നത്? അതും പറഞ്ഞു തന്നെയാണ്. ABC ഒന്നാമത്തെ സെറ്റ്, രണ്ടാമത്തതിനകത്ത് അലി, ഭാനു, ബിനോയ്, ചന്ദ്ര, ദിവ്യ എഴുതിയിട്ട് എയിൽ നിന്ന് അലിയിലോട്ട് ഭാനു, ബിനോയ്, ചന്ദ്ര, ദിവ്യ പോകണം. അതുപോലെ ബിയിൽ നിന്നും ഈ 5 എണ്ണത്തിനകത്തോട്ടും പോകണം. സിയിൽ നിന്നും ഇതിനകത്തില്ലാത്തിനകത്തോട്ടും പോകണം. അങ്ങനെയാണ് 15 എണ്ണം കിട്ടുന്നത്. അപ്പം ഞാനതെല്ലാം എഴുതിയിട്ടുണ്ട്. എയിൽ നിന്ന് അലി, എയിൽ നിന്ന് ഭാനു, എയിൽ നിന്ന് ബിനോയ്, എ ചന്ദ്ര, എ ദിവ്യ. കണ്ടോ? 1, 2, 3, 4, 5 എണ്ണം. അതുപോലെ ബിയുടെ 5 എലമെൻറ്റ്സ്, സിയുടെ 5 എലമെൻറ്റ്സ്. അങ്ങനെ 5, 5, 5 അങ്ങനെ 15 എലമെൻറ്റ്സ്, 15 എലമെൻറ്റ്സ് ആണ് P ക്രോസ് Qവിനകത്തുള്ളത്. ആ 15 എലമെൻറ്റ്സ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. ഞാനിവിടെ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റാണ്. ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനകത്ത് നിന്നും ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുക. ആ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്ന 2 രീതിയിൽ ചെയ്യാം. നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലും ഒരു റിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം, റോസ്റ്റർ ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. റോസ്റ്റർ ഫോം എന്തുവാ, സെറ്റ് ബിൽഡർ ഫോം എന്തുവാ എന്നുള്ള കാര്യങ്ങൾ. എന്തുവാ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ? എന്തുവാ? സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ആണ് റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റിലെ എലമെൻറ്റ്സിനെ കോമായിട്ട് വേർതിരിച്ച് എഴുതുന്നത്, ബ്രേസസിനകത്ത് കോമായിട്ട് മാത്രം വേർതിരിച്ച് എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. എന്നാൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാലോ ആ ഒരു എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത കറക്റ്റ് സെൻറ്റൻസിൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഞാനിവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയേക്കുക. ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുക. XY എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയേഴ്സ് ആണല്ലോ ഓരോ സെറ്റും. സോ XY എന്ന് പറയുന്നൊരു ഓർഡേർഡ് പെയർ, ഈ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്താണ് ഞാൻ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ആ റിലേഷൻ എന്തെന്ന് പറഞ്ഞാൽ X എന്ന് പറയുന്നത് Y എന്ന് പറയുന്ന ആ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കണം. X എന്ന് പറയുന്നത് Y എന്ന് പറയുന്ന ആ ഒരു നെയിം, ഇവിടെ നെയിംസ് ആണല്ലോ, നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കണം. അങ്ങനെയുള്ള മാത്രം ഇതിന് സെലക്ട് ചെയ്തെത്തണം. അതാണ് നമ്മുടെ റിലേഷൻ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഫുള്ളായിട്ട് വരണം എന്നില്ല. ഈ ഒരു പ്രത്യേകത സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടോ അത് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെ വരും? X എന്ന് പറയാം ഒന്നാമത്തെ എലമെൻറ്റ്, രണ്ടാമത്തെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ആയിരിക്കണം. അലിയുടെ ഫസ്റ്റ് ലെറ്റർ A, സോ ഇത് വരും. A എന്ന് പറയുന്ന ഭാനു, ഇത് വരില്ല, ഇത് വരില്ല, ഇത് വരില്ല, ഇത് വരില്ല, ഇത് വരുവേ. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് വരും ഭാനു B, സോ ഇത് വരും. ബിനോയ് B, ഇതും വരും. സി ചന്ദ്രൻ, ഇത് വരും. ഇതൊന്നും വരത്തില്ലല്ലോ, സി ആണല്ലോ. സി ദിവ്യ വരത്തില്ല. അപ്പോൾ ഏതൊക്കെ വരുന്നത് അത് മാത്രം ടിക്ക് ചെയ്യാം. ഇത് വരും.
എ അലി വരും, ബി ബാനു വരും, ബി ബിനോയ് വരും, സി ചന്ദ്ര വരും. അങ്ങനെ 4 ഓർഡേർഡ് പെയേഴ്സ് മാത്രമേ വരത്തുള്ളൂ. 1 2 3 4 അത് ഞാനിവിടെ എഴുതി. ഇതാണ് ഒരു റിലേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻ കാണും. അതിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് മാത്സിലും പറയുന്നത്. ഇതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നോക്കേണ്ടുന്നത്. റിലേഷനെ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരോ ഡയഗ്രാം വെച്ചിട്ടാണ്. ഇതിനെ നമ്മൾ ആരോ ഡയഗ്രാം എന്നാണ് പറയുന്നതിൻ്റെ ഈ ഭാഗത്തെല്ലാം ഓരോ ആരോ കാണും. അതുകൊണ്ട് ഇതിനെ നമ്മൾ ആരോ ഡയഗ്രാം എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾക്ക് പി എന്നും പിന്നെ നമുക്ക് ക്യൂ എന്നും വിളിക്കുവാണെങ്കിൽ, ഞാൻ പേര് കൊടുക്കുക, പി എന്നും ക്യൂ എന്നും വിളിക്കുവാണെങ്കിൽ നോക്കിക്കേ, എ എന്ന് പറയുന്നത് അലിയിലോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും നമ്മൾ ഫുള്ളായിട്ട് ആദ്യം എഴുതും. പിയും ക്യൂവും ഫുള്ളായിട്ട് എഴുതും. സോ എ ബി സി എന്ന് പറയുന്ന പിയും, സെക്കൻഡ് സെറ്റ് അലി, ബാനു, ബിനോയ്, ചന്ദ്ര, ദിവ്യ ഫുള്ളായിട്ട് എഴുതി. അതിൽ നിന്ന് ഈ നമ്മുടെ റിലേഷനകത്തുള്ള എലമെൻസിന് മാത്രം ആരോ ഡയഗ്രാം വരച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒന്നാമത്തെ എലമെൻറ്റ് രണ്ടാമത്തെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററായിട്ട് വരുന്ന ഓർഡേർഡ് പെയേഴ്സ് മാത്രമല്ല ഇവിടെ എഴുതിയേക്കുന്നത്. അതുമാത്രം നമുക്ക് ഈ ആരോ ഡയഗ്രത്തിൽ എഴുതാം. ആരോ ഡയഗ്രാം, ഇതിൻ്റെ പേരാണ് ആരോ ഡയഗ്രാം. എയിൽ നിന്ന് അലിയിലോട്ട് പോയേക്കുന്നത്, ബിയിൽ നിന്ന് ബാനുവിലോട്ട് പോയേക്കുന്നത്, അതുമാത്രമല്ല ബിയിൽ നിന്ന് ബിനോയിലോട്ടും ഉണ്ട്, രണ്ടും വരച്ചിട്ടുണ്ട്. സിയിൽ നിന്ന് ചന്ദ്ര. ഡിക്ക് ഇങ്ങോട്ട് വരയ്ക്കാൻ ആരുമില്ല, കാരണം ഡിയിൽ തുടങ്ങുന്ന ലെറ്റർ എ ബി സി വരെ ഉള്ളൂ. സോ ഇതാ ഇത്രയും 1 2 3 4 ഈ 4 റിലേഷൻ മാത്രമേ നമ്മുടെ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് ഈ ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടുള്ളൂ. ഇതാണ് സിമ്പിളായിട്ട് റിലേഷൻ എന്ന് പറഞ്ഞാലുള്ളത്. ക്ലിയർ ആയി കാണുമല്ലോ. ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ കാണും. അതിനെയാണ് നമ്മൾ മാത്സിലും റിലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ വേണമെങ്കിൽ ടേംസൊക്കെ ഒന്ന് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ് റിലേഷൻ എന്നുള്ളതിനെ പറ്റിയാണ്. അത് നമുക്കൊന്ന് എഴുതി ഞാൻ ഒന്ന് വായിച്ചേൽപ്പിക്കാം. എ റിലേഷൻ ആർ, നമ്മളിപ്പോൾ എന്താ പ്രോബ്ലം ഒന്ന് ചെയ്ത് കാണിക്കുക ചെയ്തേ. ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് capital A to a non-empty set capital B is a subset of the Cartesian product A cross B. ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഈ സെറ്റ് തന്നെ ഫുള്ളായിട്ട് വരും, അല്ലെങ്കിൽ ഈ കേസിൽ എന്തുവാ കറക്റ്റായിട്ടൊരു സബ്സെറ്റായി. ഈ എലമെൻറ്റ് ഫുൾ ഇതിനകത്തുള്ളതല്ലേ, അപ്പോൾ ഇതിനെ സബ്സെറ്റ് എന്ന് വിളിക്കാമല്ലോ. സോ പി ക്രോസ് ക്യൂവിൻ്റെ ഒരു ഈ പി ക്രോസ് ക്യൂ എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ റിലേഷൻ എന്ന് പറയുന്നത്. Subset of the Cartesian product A cross B. The subset is derived by describing a relationship between the first element and the second element of the ordered pairs in A cross B. എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള റിലേഷൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെ മാത്രമാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. The second element is called the image of the first element. The second elementനെ നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് എന്ന്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ സെക്കൻഡ് അലി എന്ന് പറയുന്നതിനെ എയുടെ ഇമേജ് എന്ന് വിളിക്കാം, ഈ ബാനു എന്ന് പറയുന്നതിനെ ബിയുടെ ഇമേജ് എന്ന് വിളിക്കാം, ബിനോയ് എന്ന് പറയുന്നതിനെ ബിയുടെ ഇമേജ് എന്ന് വിളിക്കാം, ചന്ദ്ര എന്ന് പറയുന്നതിനെ സിയുടെ ഇമേജ് എന്ന് വിളിക്കാം. ഒന്നുകൂടെ പറയാം, ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിച്ചു. ഇപ്പോൾ റിലേഷനാണ് പറയുന്നത്. റിലേഷൻ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ പറയത്തക്ക ഒരു പ്രോപ്പർട്ടി, എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. ആ ഒരു റിലേഷൻ്റെ ബേസിസിലായിരിക്കും അത് എഴുതുന്നത്. റെപ്രസെൻറ്റേഷൻ ഈ ആരോ ഡയഗ്രാം വഴിയായിരിക്കും നമ്മൾ ഒരു റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും സബ്സെറ്റ് ആയിരിക്കും. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഫുൾ സെറ്റായിട്ട് വരും, അല്ലെങ്കിൽ ഇതുപോലെ സബ്സെറ്റ് ആയിട്ട് വരും. എങ്ങനെയാണെങ്കിലും ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റ് ആണല്ലോ. സോ ഈ ഒരു സെറ്റ് ഫുള്ള് വേണേലും വരാം, അല്ലെങ്കിൽ ഇതിനൊരു സബ്സെറ്റ് ആയിരിക്കും റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് എലമെൻറ്റിനെ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് എന്നാണ് വിളിക്കുന്നത്. സെക്കൻഡ് എലമെൻറ്റിനെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് എന്ന് വിളിക്കും. അത് മറന്നു പോകരുത്. ഇമേജ് അതൊരു പുതിയ ടേമാണ് ഇമേജ്. ഓക്കെ, ക്ലിയർ. നമുക്ക് അടുത്ത ഡെഫിനിഷൻ നോക്കാം. ഇതിനകത്ത് നമ്മൾ ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച് അങ്ങനെ 3 ടേംസും കൂടെ നമുക്ക് ഈ റിലേഷൻസിനകത്ത് പഠിക്കണം. എന്തൊക്കെയാ? ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച്. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ നമുക്ക് +2 ഉണ്ട്. സോ ഇവിടെ ഇത് ക്ലിയർ കട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് ആദ്യം നോക്കാം ഡൊമെയിൻ എന്താണെന്ന്.
നോക്കിക്കേ, ഇവിടെ ഇപ്പം കുറേ ഓർഡേർഡ് പെയേഴ്സ് ഉണ്ട്. എ അലി, ബി ബാനു, ബി ബിനോയ്, സി ചന്ദ്ര. ഇതിൻ്റെ ഈ ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം, ഈ റിലേഷനകത്ത് വരുന്ന ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം എടുത്തെഴുതുന്നതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ദ ഓർഡേർഡ് പെയേഴ്സ് ഇൻ എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് ക്യാപിറ്റൽ എ ടു എ സെറ്റ് ക്യാപിറ്റൽ ബി ഈസ് കാൾഡ് ഡൊമൈൻ ഓഫ് ദ റിലേഷൻ. ആ റിലേഷനകത്ത് വരുന്ന പെയേഴ്സിൻ്റെ എല്ലാ ഫസ്റ്റ് എലമെൻറ്റും കൂടെ ചേർന്ന് വരുന്നതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഡൊമൈൻ പറയുന്ന പേരാണ് ഡൊമൈൻ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ എക്സാമ്പിൾ പറയാം. എന്താ, ഞാൻ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുവാണേ. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6. ഇതാണ് നമ്മുടെ സെറ്റ്. ഇത് നമ്മുടെ ഒരു സെറ്റ്. ഞാൻ ഇവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുക. നമ്മൾ സ്വന്തമായിട്ട് റിലേഷൻ ഡിഫൈൻ ചെയ്യുക. എന്നു വെച്ചാൽ ഇഷ്ടപ്പെട്ട റിലേഷൻ ഡിഫൈൻ ചെയ്യാമേ. ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പം ഇതിനകത്തുള്ള എലമെൻറ്റ്സ് മാത്രം വരുന്ന രീതിക്ക് ഒരു റിലേഷനാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ് കോമ വൈ, രണ്ട് ടേംസ് ആണല്ലോ ഓർഡേർഡ് പെയേഴ്സിനകത്ത്. വൈ എന്ന് പറയുന്നതിനെ ഞാൻ 2x എന്ന് വിളിക്കുക. വൈ എന്ന് പറയുന്നതിനെ എന്തെന്ന് വിളിച്ചു? 2x എന്ന് വിളിച്ചു. അതായത് രണ്ടാമത്തെ എലമെൻറ്റ് ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ കൂടെ 2 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അങ്ങനെ ഏതൊക്കെ ടേംസ് കാണും നോക്കാം. ഈ റിലേഷൻ വെച്ചിട്ട് ഞാൻ ഇതിനകത്തുള്ള എലമെൻറ്റ്സിനെ എഴുതാൻ പോവുകയാണേ. സോ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 ആവുമ്പം 1 × 2 2 വരും. സോ 1, 2 കാണും. 2 ആവുമ്പം 2 × 2 4. സോ 2, 4 കാണും. 3 ആകുമ്പം 3 × 2 6 കാണും. ഇനി നോക്കിക്കേ, 4 ആകുമ്പോൾ 8 വേണം. പക്ഷേ 8 ഇവിടെ ഇല്ല. സോ ഇത്രയും മാത്രമേ നമ്മുടെ റിലേഷനകത്ത് വരത്തുള്ളൂ. എന്തൊക്കെയാണ്? 1 2 2 4 3 6. ഈ 3 കേസിലും 1 × 2 2, 2 × 2 4, 3 × 2 6 നമ്മുടെ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇത് ഇപ്പോൾ എവിടുന്നാണ് പോയേക്കുന്നത്? ഈ റിലേഷൻ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റിനകത്തോട്ട് തന്നെയാണല്ലോ പോയേക്കുന്നത്. സോ ഇത് എ ടു എ എന്ന് പറയാം. ഈ റിലേഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് എക്കകത്തോട്ട് തന്നെ പോയേക്കുന്ന റിലേഷനാണ്. സോ എയിൽ നിന്ന് എക്കകത്തോട്ട് തന്നെ പോകുന്ന ഒരു റിലേഷനാണ്. അപ്പോൾ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈ റിലേഷനകത്ത്, ഈ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുമ്പം ഈ ഈ ആരോ ഡയഗ്രം വരയ്ക്കുമ്പം എപ്പോഴും ഫുള്ളായിട്ട് നമ്മൾ ഈ സെറ്റ് ഫുൾ എഴുതണം. ഇവിടെ കണ്ടില്ലേ, ആരോ ഡയഗ്രം വരയ്ക്കാൻ നേരത്ത് എ ബി സിയും ഈ ഫുള്ള് ഇതിനകത്ത് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട, ഈ ഫുൾ സെറ്റ് നമ്മൾ എഴുതണം. സോ അതുപോലെ കണ്ടോ, ഈ ദിവ്യ എന്ന് പറയുന്നതിന് ഇവിടെ ഒരു റിലേഷൻ ഇല്ല, പക്ഷേ നമ്മൾ അതും ഈ ആരോ ഡയഗ്രത്തിൽ എഴുതണം. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ ഫുൾ സെറ്റ് നമുക്ക് ആരോ ഡയഗ്രത്തിൽ എഴുതാം. 1 2 3 4 5 6. ഇവിടെ അതുപോലെ 1 2 3 4 5 6. സോ എല്ലാ എലമെൻറ്റ്സും നമ്മൾ ഈ ആരോ ഡയഗ്രത്തിൽ എഴുതി. ഇനി ആ റിലേഷൻ അനുസരിച്ച് ആ എലമെൻറ്റ്സിനെ എഴുതണം. അതാണ് വേണ്ടത്. നോക്കാം. 1 നിന്ന് 2 പോയേക്കുന്നത്. സോ 1 നിന്ന് 2 2 നിന്ന് 4 പോയേക്കുന്നത്. സോ 2 നിന്ന് 4 കറക്റ്റ് വരയ്ക്കണം. നെക്സ്റ്റ് 3 നിന്ന് 6 പോയേക്കുന്നത്. സോ 3 to 6. ഇതാണ് നമ്മുടെ ആരോ ഡയഗ്രാം എന്ന് പറയുന്നത്. 1 നിന്ന് 2 2 നിന്ന് 4 3 നിന്ന് 6. ഇനി ഇവിടെ ഞാൻ ഡൊമൈനും റേഞ്ചും കോഡൊമൈനും പറഞ്ഞുതരാം. ഡൊമൈൻ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡൊമൈനാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ റിലേഷനകത്ത് വരുന്ന ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം എഴുതുന്നതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ സെറ്റ് ഫുൾ എഴുതി വെക്കരുത്, ഈ റിലേഷനകത്ത് വരുന്ന ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം. സോ 1 2 3 ഇത് മാത്രമായിരിക്കും ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. 1 2 3 മാത്രം. എന്താ? 1 2 3 ഇതായിരിക്കും ഡൊമൈൻ. നെക്സ്റ്റ് പറയുന്ന ഒരു ടേമാണ്, അതുപോലെ ഞാൻ ഈ ടേംസ് എല്ലാം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ഡൊമൈൻ. മനസ്സിലായാലും ഒരു റിലേഷൻ വരുമ്പം ആ റിലേഷൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്സ് മൊത്തം എഴുതുന്നതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ഒരു ടേമാണ് റേഞ്ച് എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ റിലേഷനകത്ത്
ഈ റിലേഷനകത്ത് രണ്ടാമത്തെ സെറ്റ് ഉണ്ടല്ലോ, അതും ക്യാപിറ്റൽ എ തന്നെയാണല്ലോ. ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിൽ ഏതൊക്കെ എലമെൻസിനാണോ പ്രീ ഇമേജസ് ഉള്ളത് അതിനെ എല്ലാം എഴുതുന്നതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ എലമെൻസിൻ്റെ അടുത്തോട്ടാണോ ഈ ആരോ വന്നേക്കുന്നത്, ഏതൊക്കെ എലമെൻസിനാണോ റിലേഷൻ ഉള്ളത് അതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഈ 2, 4, 6 അതായിരിക്കും റേഞ്ച്. ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം കൂടെ എഴുതുന്നതിനെ ഡൊമൈൻ എന്നും സെക്കൻഡ് എലമെൻറ്റ്സ് എല്ലാം കൂടെ എഴുതുന്നതിനെ റേഞ്ച് എന്നും പറയും. അപ്പോൾ അടുത്തത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 2, 4, 6 ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം ഡൊമൈൻ, റിലേഷനിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് ഡൊമൈനും റിലേഷനിലെ സെക്കൻഡ് എലമെൻറ്റ്സിനെ റേഞ്ച് എന്നും വിളിക്കാം. ഇനി അടുത്തതാണ് കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ടല്ലോ, ആ റിലേഷൻ എഴുതുമ്പം ഈ ഫുള്ള് സെക്കൻഡ് സെറ്റ് ഫുള്ള്, ഈ റിലേഷനകത്ത് സെക്കൻഡ് സെറ്റ് ഫുള്ള് അത് മൊത്തത്തിന് ആ സെറ്റ് ബി എന്ന് വെച്ചാൽ സെറ്റ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ എ തന്നെ. ഇത് ഇവിടെ എയിൽ നിന്ന് എക്കത്തോട്ടാണ് പോകുന്നത്. എയിൽ നിന്ന് ബിയിലോട്ട് പോകുക എന്ന് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും എ ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ എയിൽ നിന്ന് ബിക്കകത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഈ രണ്ടാമത്തെ സെറ്റ് ബിയെ ഫുള്ളായിട്ട് വിളിക്കുന്ന പേരാ കോഡൊമൈൻ. ഇവിടെ എയിൽ നിന്ന് എക്കത്തോട്ട് തന്നെ പോകുന്നതുകൊണ്ട് ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ സെറ്റ് എ തന്നെ. സോ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6. അവിടെ നിങ്ങൾ റിലേഷൻ ഉണ്ടോ റിലേഷൻ ഇല്ലേ എന്നുള്ള കാര്യം നോക്കണ്ട. ആ സെറ്റ് ഫുള്ള് അത് മൊത്തത്തിൽ പറയുന്ന പേരാണ് കോഡൊമൈൻ. ക്ലിയർ ആയോ? ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ റിലേഷൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്സിനെ ഡൊമൈൻ എന്നും സെക്കൻഡ് എലമെൻറ്റ്സിനെ റേഞ്ച് എന്നും സെക്കൻഡ് സെറ്റ് ഫുള്ളുള്ളതിനെ കോഡൊമൈൻ എന്നും പറയും. അപ്പോൾ ഡൊമൈൻ മനസ്സിലായല്ലോ. ഒരു റിലേഷൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം എഴുതുന്നതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതുപോലെ റേഞ്ചിൻ്റെ റിലേഷനാണിത്. ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ് ഇൻ എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് ക്യാപിറ്റൽ എ ടു എ സെറ്റ് ക്യാപിറ്റൽ ബി ഈസ് കാൾഡ് റേഞ്ച് ഓഫ് ദ റിലേഷൻ. ഒരു റിലേഷൻ പോകുന്നത് ഒന്നാമത്തെ സെറ്റിൽ നിന്നും രണ്ടാമത്തെ സെറ്റിനകത്തോട് റിലേഷൻ പോകുമ്പോൾ ആ രണ്ടാമത്തെ സെറ്റിൽ ഏതൊക്കെ എലമെൻസിനാണോ പ്രീ ഇമേജസ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ എലമെൻസ് ആണോ ആ റിലേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിനെ മാത്രം എഴുതുന്നതിനെയാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ വരുന്ന ഏതൊക്കെയാണ്? 2, 4, 6. അടുത്തത് കോഡൊമൈൻ. ദ ഹോൾ സെറ്റ് ക്യാപിറ്റൽ ബി ഈസ് കാൾഡ് കോഡൊമൈൻ. രണ്ടാമത്തെ സെറ്റ് മൊത്തത്തിൽ പറയുന്ന പേരാണ് കോഡൊമൈൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ സെറ്റ് മൊത്തം. സോ ഈ സെറ്റ് ഫുള്ള് വരും കോഡൊമൈനകത്ത്. സോ ദ ഹോൾ സെറ്റ് ബി, എയിൽ നിന്ന് ബിക്കകത്തോട്ട് പോകുമ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. അപ്പോൾ നോക്കിക്കേ, ഈ റേഞ്ച് എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഈ കോഡൊമൈനകത്തുള്ള എലമെൻറ്റ്സ് ആയിരിക്കത്തില്ലേ? കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റ് ഫുള്ളാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതിനൊക്കെയാണോ റിലേഷൻ ഉള്ളത് അത് മാത്രം. സോ ഈ റേഞ്ച് എപ്പോഴും കോഡൊമൈൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. റേഞ്ചും കോഡൊമൈനും സെയിം ആകാം, കാരണം ഇവിടെ എല്ലാ എലമെൻറ്റ്സിനും റിലേഷൻ ഉണ്ടെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നതും കോഡൊമൈൻ എന്ന് പറയുന്നതും സെക്കൻഡ് സെറ്റ് ഫുള്ളാകും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം, റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും കോഡൊമൈൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സെക്കൻഡ് സെറ്റിൽ ഏതൊക്കെ എലമെൻറ്റ്സിനാണോ റിലേഷൻ ഉള്ളത് അതിനെ മാത്രം റേഞ്ച് എന്ന് വിളിക്കും. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റ്. സോ റേഞ്ച് എപ്പോഴും കോഡൊമൈൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത് നമുക്ക് ഇനി ഫസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട്, ഞാൻ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, അത് വെച്ചൊന്നുകൂടെ പറയാം. കാരണം ഫസ്റ്റ് എക്സാമ്പിൾ കുറച്ച് വലുതായത് കൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത്. ഇനി ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ അപ്പം ഡൊമൈൻ ഏതൊക്കെ വരും? എ, ബി, സി. സെയിം എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കണ്ട. എ, ബി, സി ഇതാണ് ഡൊമൈൻ. സോ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡൊമൈൻ എ, ബി, സി. റേഞ്ച് നോക്കാം. റേഞ്ച് എന്ന് പറയുമ്പം ഏതൊക്കെ എലമെൻസിനാണോ റിലേഷൻ ഉള്ളത് അത് മാത്രം. സോ അലി, ബാനു, ബിനോയ്, ചന്ദ്ര. അലി, ബാനു, ബിനോയ്, ചന്ദ്ര അതായിരിക്കും നമ്മുടെ റേഞ്ച്. അലി, ബാനു, ബിനോയ്, ചന്ദ്ര ഇതായിരിക്കും നമ്മുടെ റേഞ്ച്. നെക്സ്റ്റ് കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറയുമ്പോഴോ, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സെറ്റ് ഫുള്ളിനെ പറയുന്ന പേരാ കോഡൊമൈൻ. സോ സെക്കൻഡ് സെറ്റ് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് ക്യൂ. സോ ഈ ക്യൂ എന്ന് പറയുന്ന സെറ്റായിരിക്കും കോഡൊമൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ ഈ 3 ടേംസും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങളുടെ കുറച്ച് നോട്ട്സും കൂടെ പഠിക്കാം. ഈ റിലേഷൻ മേ ബി റെപ്രസെൻറ്റഡ് ഓൾജിബ്രിക്കലി എയ്തർ ബൈ റോസ്റ്റർ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ മെത്തേഡ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ എഴുതി വെച്ചേക്കുക.
ഒരു റിലേഷനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ മെത്തേഡ്, രണ്ട് സെറ്റ് ബിൽഡർ മെത്തേഡ്. ഇനി ആരോ ഡയഗ്രാം ഈസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ റിലേഷൻ. ഒരു ആരോ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു റിലേഷൻ്റെ വിഷ്വലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ പറയുന്ന പേരാണ് ആരോ ഡയഗ്രാം. ഇത് ഒരു റിലേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളൊരു വിഷ്വലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആരോ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു റിലേഷനകത്ത് എത്ര എലമെൻറ്റ്സ് കാണുമെന്ന് നോക്കാം. നോർമലി ഞാൻ പറഞ്ഞിട്ടുണ്ട് നോർമലി നമുക്ക് ഇപ്പം എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിനകത്തോട്ടൊരു റിലേഷൻ പോകാതിരിക്കട്ടെ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് പിയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി എന്ന് പറയുന്നത് ക്യൂവുമാണെങ്കിൽ നമുക്കറിയാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് കാണും? പി ക്യൂ എലമെൻറ്റ്സ് കാണും. അതുമാത്രമല്ല ഈ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം എ എന്ന് പറയുന്ന സെറ്റിനകത്ത് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റ്സിൻ്റെയും കൂടെ എണ്ണം എന്ന് പറയുന്നത് 2n ആയിരിക്കും. ഒരു സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് n ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n ആയിരിക്കും. സോ ഇവിടെ ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പി ക്യൂ ആണ്. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പി ക്യൂ ആണ്. സോ ഇതിൻ്റെ സബ്സെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2p ആയിരിക്കുമല്ലോ. ഈ 2p തന്നെയാണ് ഈ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് റിലേഷൻസിൻ്റെ എണ്ണവും. നമ്പർ ഓഫ് റിലേഷൻസും ഈ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2p തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടുപിടിക്കുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ കുറേ പ്രോബ്ലംസും എക്സാമ്പിൾസും എക്സസൈസും ഒക്കെ ഉണ്ട്. നമ്മളിപ്പം ബേസിക്കായിട്ട് 3 ടേംസേ പഠിച്ചിട്ടുള്ളൂ. ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച്. ആ റിലേഷൻ എന്താണെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മാത്രമല്ല നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൂടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.